കഴിഞ്ഞ 4 ദിവസം കൊണ്ട് ഇന്ത്യയിലെ പൊളിറ്റിക്സ് മൊത്തത്തിൽ അങ്ങ് റോളിംഗ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഏറ്റവും മെയിൻ സെന്റർ എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാടാണ്. തമിഴ്നാട്, 2 കേരള, 3 ബംഗാൾ, മൊത്തത്തിലൊരു സത്യം പുകയാണ്. സത്യം പറഞ്ഞാൽ ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു സ്ട്രക്ചർ തന്നെ മാറ്റി മറിക്കുന്ന ഇതാണ് അല്ലേ. തമിഴ്നാട്ടിലായാലും കേരളത്തിലായാലും ചരിത്രമാണ്. അതുപോലെ ബംഗാളിൽ എടുത്തു പറയണം, ബംഗാളിൽ ആരും പ്രതീക്ഷിച്ചതല്ല ഒരു 10 വർഷം മുന്നേ എന്താ പറയുക BJP അവിടെ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ആരും പ്രതീക്ഷിച്ച കാര്യമല്ല. പക്ഷെ ഇപ്പോൾ എന്താ തൃണമൂൽ കോൺഗ്രസ് ഓൾമോസ്റ്റ് ഇല്ലാതായ പോലെയായി. 80 സീറ്റുകളിൽ ഒതുങ്ങി. BJP 200 സീറ്റുകൾ പിടിച്ചു നിൽക്കുകയാണ്. ഇതുപോലെ തന്നെ തമിഴ്നാട് 107 സീറ്റ് വരെ വിജയ് ഒറ്റയ്ക്ക് പിടിച്ച്. അതിൽ എടുത്തു പറയുന്ന സ്റ്റാലിനെ തോപ്പിച്ച്. അല്ല, ഏറ്റവും പറയേണ്ട കാര്യം തമിഴ്നാട്ടിൽ പ്രത്യേകിച്ച് ഈ 2 ദ്രവീഡിയൻ പാർട്ടീസ് അല്ലാതെ മറ്റൊരു പാർട്ടി ഇങ്ങനെ പൊങ്ങി വരുമെന്ന് ആരും പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ നമ്മളെ ഞെട്ടിച്ചു കളഞ്ഞ ഒരു റിസൾട്ടാണ് TVK നടത്തിയത്. പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു സർവേ മാത്രം ആക്സിസ് മൈ ഇന്ത്യ മാത്രമാണ് TVK അധികാരം പിടിക്കുമെന്ന് പറഞ്ഞു. ബാക്കി എല്ലാ സർവേകളും കൂടിപ്പോയാൽ 10-20, അതിനപ്പുറം പോവില്ല എന്നാണ് പറഞ്ഞത്. അതിൽ ആ ഒരു സർവേ ആരും വലിയ രീതിയിൽ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആരും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളായാലും എന്താ പ്രത്യേകിച്ച് പറഞ്ഞാൽ ആക്സിസ് മൈ ഇന്ത്യ ഇനിയിപ്പോ വിശ്വസിക്കും എന്തായാലും TVK ഒക്കെ എങ്ങനെ വരാം, നമ്മുടെ DMK സുഖമായിട്ട് ജയിക്കും. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എല്ലാരും ഞെട്ടി. സ്റ്റാലിനെ വരെ പൊട്ടിച്ചുകൊണ്ട് TVK കയറി. ബട്ട് അവര് ഉറപ്പായിട്ടും ഭരണം പിടിക്കും. കാരണം ചിലപ്പോൾ കോൺഗ്രസ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി കൂടി പോയി 5-6 MLA. പക്ഷെ വിചാരിച്ച പോലെ അത്ര എളുപ്പത്തിൽ ഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പം 108 MLA TVK ഉള്ളത്. ഇപ്പൊ കോൺഗ്രസ് സപ്പോർട്ട് കൊടുത്തൊന്ന് 113 5 പേര് കൂടെ ആഡായി. ഈ 113 പേരെ വെച്ച് ഗവൺമെന്റ് ഫോം ചെയ്യാന്ന് പറഞ്ഞ് നമ്മുടെ ഗവർണറിനെ പോയി കണ്ടപ്പോഴാണ് ഗവർണർ അത് പറ്റൂല എന്ന് പറഞ്ഞത്. 118 പേര് തന്നെ വേണം, അതായത് 5 പേര് കൂടെ വേണം. ഇപ്പോൾ TVKയുടെ മെയിൻ ആളുകളെല്ലാം ഇപ്പൊ കിടന്ന് ഓടയാണ് സത്യം പറഞ്ഞാൽ. CPM, CPI, അതുപോലെ വേറെ അവിടുത്തെ പാർട്ടികളെയൊക്കെ ഇങ്ങനെ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു 5 പേരെ കൂടെ തികയ്ക്കാൻ വേണ്ടി. അപ്പൊ അതൊക്കെ അതിന്റെ റിസൾട്ട് നമുക്ക് ഇന്ന് നമുക്ക് അറിയാൻ പറ്റും. CPM അവരുടെ എന്താ പറയുക നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് പറയുന്നത്. ഇതിൽ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാല് വിജയുടെ ഗോട്ടം എന്ന് പറഞ്ഞ സിനിമയിൽ ചെറിയൊരു കാർ സീനില് TNCM 2026 ചെറിയ ലാബില് നമ്പർ പ്ലേറ്റ് കാണിച്ചു. അത് അതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. എന്തായിരുന്നാലും ഏത് ഘടകകക്ഷി ജോയിൻ ചെയ്താലും വിജയ് തന്നെ ആയിരിക്കും അവിടുത്തെ CM. അങ്ങനെയാണ് സാധ്യത. പക്ഷെ ഇപ്പൊ മറ്റൊരു ന്യൂസ് കേൾക്കുന്നുണ്ട്. ന്യൂസ് മാത്രമല്ല, അതിന് ചെറിയ നീക്കങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ഈ വിജയ് അധികാരത്തിൽ എത്തിയാൽ പിന്നെ വിജയെ തിരിച്ചിറക്കുക എന്ന് പറയുന്നത് പാടായിരിക്കും. അതുകൊണ്ട് ഈ 2 ദ്രവീഡിയൻസ് പാർട്ടി, അതായത് DMKയും അണ്ണാ DMKയും ഒന്നിക്കാനുള്ള ഒരു സാധ്യത ഇപ്പൊ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ജസ്റ്റ് സീക്രട്ട് ആയിട്ട് ഒരു മീറ്റിംഗും നടക്കുന്നുണ്ട്, ഒരു നീക്കം നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ റിസൾട്ട് അറിയില്ല, ഉടനെ അറിയാൻ പറ്റും. പക്ഷെ എന്തായാലും തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ അതിന്റെ പീക്ക് ലെവലിലാണ് ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ഒരു 2-3 ദിവസങ്ങളായിട്ട്. തമിഴ്നാട് മാത്രമല്ല, കേരളത്തിൽ പീക്ക് ലെവൽ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരുന്ന ഒരു പാർട്ടി ഒരു VD സതീശൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന് 102 എന്ന് പറയുന്ന സീറ്റ് കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അല്ല, അത് നമുക്ക് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് എന്താ പറയാ നമ്മൾ ആളെ അഭിനന്ദിച്ചേ പറ്റൂ. കാരണം വെറും 21 സീറ്റാണ് കോൺഗ്രസിനുണ്ടായത്. 21 സീറ്റ്. അതിൽ നിന്ന് ഇപ്പം കോൺഗ്രസ് എത്തിയിരിക്കുന്ന 63 സീറ്റിലാണ്. സർവകാല റെക്കോർഡിലാണ് കേരളത്തിലെ. അപ്പൊ അതിൽ അഫ്കോഴ്സ് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ട VD സതീശന് തന്നെയാണ്. ഒരു സംശയമുണ്ട്. ആള് തന്നെയാണ് ഈ 5 വർഷം എന്താ പറയുക ആളുടെ ആ ഒരു എന്താ പറയാ പ്രസംഗത്തിലൂടെ ആയാലും നിയമസഭയിലായാലും ഇങ്ങനെ നിന്നുകൊണ്ട് എന്താ പറയാ ആ ഒരു ഇമേജ് അല്ലെങ്കിൽ ആ പോയ വോട്ടുകളെല്ലാം തിരിച്ച് കോൺഗ്രസിലേക്ക് എത്തിച്ചത് VD സതീശൻ തന്നെയാണ്. അത് ഡു ഓർ ഡേ സിറ്റുവേഷൻ ആണ്. അദ്ദേഹം രാഷ്ട്രീയ വനവാസം എന്ന് പറഞ്ഞു. അത് ഫസ്റ്റ് ആദ്യം 100 സീറ്റ് കിട്ടിയില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന് പറഞ്ഞു. കറക്റ്റായിട്ട് 100 സീറ്റ് കിട്ടി. ആരും തന്നെ പ്രതീക്ഷിച്ചില്ല. കാരണം UDFിലുള്ള ഒരു ഘടകകക്ഷി പ്രതീക്ഷിച്ചില്ല 102 സീറ്റിലോട്ട് പോകും. ആളുടെ കാൽക്കുലേഷൻസ് എല്ലാം പക്കയാണ്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റും. ആൾ ഈ ഇടയ്ക്ക് ഇപ്പൊ ഇലക്ഷൻ റിസൾട്ട് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിന് ഒരു ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. അതിൽ ആൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുമെന്ന് അറിയില്ല, ഞാൻ 100 സീറ്റ് എന്ന് പറഞ്ഞെങ്കിൽ പോലും എന്റെ മനസ്സിലുണ്ടായിരുന്ന 102 സീറ്റുകളായിരുന്നു. അതിൽ തന്നെ ചെന്ന് അവസാനിച്ച ആളെ തന്നെ പറയാം, നിങ്ങൾ ചിലപ്പോൾ വിശ്വസിച്ചെന്ന് വരൂല, പക്ഷെ അത് ആളുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരു നമ്പർ തോന്നിയായിരുന്നു. അത് തന്നെ അവസാനം റിയൽ ആയിട്ട് സംഭവിക്കുകയും ചെയ്തു. അതുപോലെ ആള് പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഒരു 1/2 ഡസൻ മന്ത്രിമാര് തോക്കുമെന്നുള്ളത്. 13 മന്ത്രിമാര് തോറ്റു. 19 13 മന്ത്രിമാരും തോറ്റു. ഇതൊക്കെ ഫുള്ളി കാൽക്കുലേറ്റഡ് ആണ്. ഫുള്ളി അൺഎക്സ്പെക്ടഡ്. പ്രത്യേകിച്ച് കണ്ണൂരിലാണ് ഏറ്റവും നമ്മൾ അത്ഭുതപ്പെടുത്തിയ റിസൾട്ട്സ് ആണ്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും
നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല CPM തോക്കും എന്നുള്ള കാര്യം സംഭവിച്ചിരിക്കുന്നു. പിന്നെ മെയിൻ എടുത്താണ് ധർമ്മടം പിണറായി വിജയനെ പിന്നിലാക്കിയത്. അതും അടുത്തൊരു അത്ഭുതമാണ് അത് പറയാം. സർവകാല റെക്കോർഡ്. പുള്ളിയാണ് സത്യം പറഞ്ഞാൽ അവിടെ ജയിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. കഴിഞ്ഞ 5 റൗണ്ടിൽ പുള്ളി പിന്നില് 5 അല്ല 6 റൗണ്ടുകളിൽ എന്തോ പിന്നിലായിരുന്നു എന്നാണ് പറയുന്നത്. 6 റൗണ്ടുകളിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ പിന്നിലാക്കി എന്ന് പറയുന്നത് അതൊരു വല്ലാത്ത ഇതാണ് പറയാ. അത് ആള് തന്നെ പറയുന്നത്, ആ സ്ഥാനാർത്ഥി തന്നെ പറയുന്നത് ആൾക്ക് ഒരുവിധ സപ്പോർട്ടും ഇല്ലായിരുന്നു. വലിയ റാലികളൊന്നും നടത്താൻ പറ്റിയില്ല, ഒരു ക്യാമ്പയിൻ അവിടെ തുടങ്ങിയിട്ടില്ല, ഒന്നും നടത്താൻ പറ്റിയില്ല. എന്നിട്ടാണ് 6 റൗണ്ടുകളിൽ പിന്നിലാക്കിയത്. സോ ഇത്രയും ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടാണ് ഈ ഒരു ലാസ്റ്റ് ഒരു മുഖ്യമന്ത്രി പോറില് KC വേണുഗോപാലിന്റെ പേര് പറയുന്നത്. അത് ഒരു തികഞ്ഞ ഒരു തെറ്റായ കാര്യമെന്ന് ഞാൻ പറയുള്ളൂ. കാരണം വീഡിയോ ആണ് അവിടുത്തെ പീക്കായിട്ട് ഇത്രയും തിരിച്ചു കൊണ്ടുവന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് KC ഓക്കെയാണ്. KC വേണുഗോപാൽ ഒരിക്കലും നല്ലത് അല്ലെന്നല്ല പറയുന്നത്. KC വേണുഗോപാൽ ഓക്കെയാണ്. പക്ഷെ ഈ ഒരു ഫീൽഡിൽ ഒരു 5 വർഷം വർക്ക് ചെയ്തിരുന്നെങ്കിൽ KC പരിഗണിക്കാൻ പറ്റും. അല്ല, KC വേണുഗോപാൽ എന്തുകൊണ്ട് അർഹനാണ്? നമുക്ക് അർഹനല്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ആൾ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. രാഹുൽ ഗാന്ധിയുടെ റൈറ്റ് ഹാൻഡ് ആണ്. ഇപ്പൊ എല്ലാം എക്സ്പീരിയൻസ് എല്ലാം ഉണ്ട്. പക്ഷെ ആളുടെ ലോഞ്ചിങ്ങിലാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത്. ആളെ ഇവിടെ അവതരിപ്പിക്കുന്ന രീതി മനസ്സിലായില്ലേ? ഇത്രയും കാലം ഈ കേരള പൊളിറ്റിക്സിൽ ഇല്ലാതെ നടന്നിട്ട് ഇപ്പോൾ ഒരു MP ആയിട്ട് ഇരിക്കുന്നു. നേരത്തെ തന്നെ ആ പാർട്ടി എടുത്ത തീരുമാനമാണ് എന്താ പറയുക, MP മത്സരിക്കേണ്ട. ഇപ്പൊ അതിന് വിപരീതമായി എന്ത് സംഭവിക്കുന്നു? ആള് CM കാൻഡിഡേറ്റ് ആയി വരെയാണ്. അപ്പൊ അവിടെ ആ ഒരു ലോഞ്ചിങ്ങിലാണ് ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത്. കാരണം ഇങ്ങനെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത വിധത്തിൽ ഇങ്ങനെ കയറി വരുന്നതാണ് ഈ ഒരു പ്രശ്നം പറ്റിയിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ആൾ അർഹനല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് എന്തുകൊണ്ട് VD സതീശനെ അത് കൊടുക്കാതിരുന്നാൽ ഒരു വലിയൊരു ഇത് തന്നെ. ഇപ്പൊ തന്നെ ഒരുപാട് ഇപ്പം ഇന്നലെ തന്നെ ഒരു മെയിൽ ക്യാമ്പയിൻ തന്നെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ACCയുടെ ജനറൽ സെക്രട്ടറിക്കും അതുപോലെ തന്നെ ACCയുടെ മെയിൻ ഹെഡ് ഓഫീസിലേക്കും മെയിനായിട്ട് മെയിൽസ് പോയി തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു. ഇൻസ്റ്റാഗ്രാം ട്രോൾസ് എല്ലാം മൊത്തത്തില്. കാരണം പ്രത്യേകിച്ച് നമ്മൾ ആളുകൾ സാധാ ജനങ്ങൾ പ്രത്യേകിച്ച് വോട്ട് ചെയ്തത് എന്തിനാണ്? VD സതീശന്റെ ഒരു മുഖ്യമന്ത്രിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് വോട്ട് ചെയ്തത്. അപ്പൊ അവരെയൊക്കെ എന്താ പറയാ, ഒരു വിധത്തില് എന്താ പറയാ, പൊട്ടന്മാരാക്കുന്ന പരിഗണിക്കാത്ത പോലെ ഒരു ഇതാണ് ഇപ്പം വരുന്നത് സത്യം പറഞ്ഞ. അതുകൊണ്ട് KC വേണുഗോപാലിന് അർഹത കുറവൊന്നുമില്ല, ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. ആൾ അർഹൻ തന്നെയാണ്. പക്ഷെ ആള് ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ലോഞ്ച് ചെയ്ത രീതി, അതായത് കേരള പൊളിറ്റിക്സിലേക്ക് കടന്നു വരാൻ നിൽക്കുന്ന രീതി ശരിയല്ല എന്നാണ് എനിക്ക് പലരും പറയുന്നത്. പിന്നെ അതേസമയം ബംഗാളിലോട്ട് പോയാൽ ബംഗാള് തൃണമൂൽ കോൺഗ്രസ് ഇതുവരെയ്ക്കും അവരുടെ തോൽവി സമ്മതിച്ചിട്ടില്ല. ഗവർണർ ഇന്നലെ വന്ന് പിരിച്ചുവിടുകയാണ് ചെയ്തത്. അവർ രാജി കൊടുത്തിട്ടില്ല. അത് തൃണമൂൽ കോൺഗ്രസ് പല രീതിയിൽ അലിഗേഷൻസ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെതിരെ. അതായത് അവർക്ക് ഫേവർ ചെയ്ത് BJPക്ക് ഫേവർ ചെയ്ത് വർക്ക് ചെയ്തു എന്നൊക്കെയാണ് അവർ പറയുന്നത്. പല അലിഗേഷൻസ് ആണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ എന്തായാലും ഇപ്പോഴത്തെ സ്ഥിതി യാഥാർത്ഥ്യം മനസ്സിലാക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് എന്താ പറയാ, അവര് കംപ്ലീറ്റ്ലി ബിഹൈൻഡ് ആയിപ്പോയി. മമതാ ബാനർജി ഉൾപ്പെടെ തോറ്റുപോയി. അത് മനസ്സിലാക്കണം. BJP വൻ വിജയമാണ് നേടി. അപ്പൊ ആ റിയാലിറ്റി മനസ്സിലാക്കി മുന്നോട്ട് പോകണം. അല്ലാതെ അതിലിപ്പോ കൂടുതൽ ഒന്നും പറയാനില്ല. അഫ്കോഴ്സ് ഒരു അത്ഭുതമാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ബംഗാളിലൊക്കെ ഒരു 10 വർഷം മുന്നേ ഒരാളുടെ അടുത്ത് പറയാൻ ഇവിടെ BJP 10 വർഷം കഴിഞ്ഞ് ഭരിക്കാൻ പോയാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. സത്യം. പക്ഷെ അതിപ്പോ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്ത് വീണ്ടും നമ്മള് CPIയിലോട്ട് വന്നാല് ഇന്ത്യയിൽ ഭരണമില്ലാത്ത ഒരു പാർട്ടി CPI മാറി. കഴിഞ്ഞ 50 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഭരണമില്ലാത്ത. ഇത് മൊത്തത്തിൽ ക്ലീൻ സ്വൈപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ CPM ഇനിയും തിരിച്ചു വരാനുള്ള അവസരമൊക്കെ ഉണ്ട് കേരളത്തിൽ ഇപ്പോഴും നോക്കിയാൽ 37% വോട്ടുകൾ CPM കിട്ടിയിട്ടുണ്ട്. തിരിച്ചു വരാനുള്ള അവസരമൊക്കെ അഫ്കോഴ്സ് ഉണ്ട്, അതിലൊന്നും ഒരു സംശയമില്ല. കുറച്ച് മാറ്റങ്ങൾ വരുത്തി കൊണ്ടുവന്നാൽ തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. തെറ്റ് തിരുത്തി കൊണ്ടുവരണം. ബംഗാളിലെയും ത്രിപുരയിലെയും പോലെയൊക്കെ ആവുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ ഇല്ലാതായി പോകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അവർക്ക് തിരിച്ചു വരാനുള്ള സംഘടനാ ശക്തിയുണ്ട്, അണികളുണ്ട്, തിരിച്ചു വരും. പക്ഷെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എന്റെ മെയിൻ കാര്യമായിട്ട് ഇപ്പൊ പറയാം. ജനങ്ങൾ ഒരു കളിപ്പാട്ടം പോലെയാണ് ചിത്രീകരിച്ചത്. കാരണം 2016 to 2021 CPMന്റെ ഭരണം എന്ന് വെച്ചാൽ അത്യുഗ്രമായിരുന്നു. പ്രളയം, കോവിഡ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കൈകാര്യം ചെയ്തു പോയി. പക്ഷെ 2021 ശേഷം അവരുടെ രീതി മൊത്തത്തിൽ അങ്ങ് മാറി. ഈ പീക്ക് കമ്മ്യൂണിസം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് അവർ മറന്നു. മൊത്തത്തിൽ അവർ ഭരണപരിഷ്കാരമായി വിലക്കയറ്റം എല്ലാം കൊണ്ടും ജനങ്ങളെ മൊത്തത്തിൽ ബുദ്ധിമുട്ടിച്ചുള്ള പരിപാടിയായിരുന്നു. തീർച്ചയായും ഒരുപാട് തെറ്റായ നിലപാടുകൾ ഈ ഒരു സമയത്ത് 21 മുതൽ 26 വരെയുള്ള സമയത്തിൽ എടുക്കേണ്ടി വന്നു. അതിന്റെ ഒരു റിസൾട്ടാണ് സത്യം പറഞ്ഞാൽ ഇപ്പം കണ്ടത്. പക്ഷെ അത് ഇത്രയും വലിയൊരു സ്വീപ്പ് ആയിരിക്കും അവർ പ്രതീക്ഷിച്ചില്ല. പ്രത്യേകിച്ച് വെറും 35 MLA മാരിൽ ഇപ്പൊ ഒതുങ്ങി.
അത് മനസ്സിലാക്കി. 35 MLA മാര്, 99 MLA മാരുണ്ടായിരുന്നേ ഇത് CPM, CPI എല്ലാരും കൂടെ ചേർന്ന് LDF. ഇപ്പം വെറും 35 MLA മാര്, CPM വെറും 26 MLA മാരെ ഇപ്പോൾ ഉള്ളൂ. അപ്പൊ അത്രയും വലിയ സ്വീപ്പ് ഉണ്ടാവും അവർ പ്രതീക്ഷിച്ചില്ല. പക്ഷെ അതാണ് ജനങ്ങൾ തന്നിരിക്കുന്ന ഒരു മാൻഡേറ്റ് എന്ന് പറയുന്നത് അതാണ്. സോ എന്തായിരുന്നാലും ഇന്ത്യ എന്ന് പറയുന്നത് ഇപ്പൊ മൊത്തത്തിൽ ഇലക്ഷന് കൊണ്ട് മൊത്തം ട്വിസ്റ്റ് കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് ട്വിസ്റ്റുകളാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. സോ എന്തായിരുന്നാലും CPI ആയിരുന്നാലും തൃണമൂൽ കോൺഗ്രസ് ആയിരുന്നാലും ഇന്ത്യയിൽ തിരിച്ചു വരുമല്ലോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.